ഫെഡറൽ ബാങ്ക് IPM നാഷണൽ യൂണിവേഴ്സിറ്റി ചലഞ്ചർ കപ്പിനായുള്ള വോളിബോൾ ടൂർണമെന്റും കടത്തനാടൻ വോളിയുടെ ഉന്നമനം എന്ന വിഷയത്തെ മുൻനിർത്തി സംഘടിപ്പിക്കുന്ന സെമിനാറും ഡിസംബർ 28 മുതൽ 30 വരെ മേപ്പയിൽ IPM അക്കാദമിയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം വടകര MP ഷാഫി പറമ്പിൽ നിർവഹിക്കും. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. IPM നാഷണൽ യൂണിവേഴ്സിറ്റി ചലഞ്ചർ കപ്പിനായുള്ള വോളിബോൾ ടൂർണമെന്റും കടത്തനാടൻ വോളിയുടെ ഉന്നമനം സാധ്യതകൾ എന്ന വിഷയത്തെ മുൻനിർത്തി IPM അക്കാദമിയുടെ സൗജന്യ സേവനത്തിനായുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി നടത്തുന്ന സെമിനാറും ഡിസംബർ 28 മുതൽ 30 വരെ മേപ്പയിൽ IPM അക്കാദമിയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. IPM അക്കാദമിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അന്നേ പറഞ്ഞിരുന്നു, ഈ വടകരയുടെ മേപ്പയുടെ ഐക്കണായി ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പേരായി IPM മാറുമെന്ന്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ദേശീയ തലത്തിലുള്ള നിരവധി മത്സരങ്ങൾക്ക് ഈ IPM അക്കാദമി വേദിയായിട്ടുണ്ട്. അത് വോളിബോൾ മാത്രമല്ല, ചെസ് ടൂർണമെൻറ്റ്, അതുപോലെ കരാട്ടെ ടൂർണമെൻറ്റ്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പല മത്സരങ്ങൾക്കും വേദിയായിക്കൊണ്ട് IPMൻ്റെ ഭാഗമായി നമ്മുടെ വടകര ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ വോളിബോളിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വളരെ സ്തുത്യർഹമായ രീതിയിൽ വിവിധ കോളേജുകളിലെ കുട്ടികൾ താമസിച്ചുകൊണ്ട് അവരെ മുഴുവൻ IPM സ്പോൺസർ ചെയ്തുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസവും കളിയും എല്ലാം സ്പോൺസർ ചെയ്തുകൊണ്ട് തന്നെ വോളിബോളിന് നല്ലൊരു പിന്തുണ കൊടുത്തു വരികയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് നാഷണൽ യൂണിവേഴ്സിറ്റി ചാലഞ്ചർ കപ്പിന് വേണ്ടിയുള്ള വോളിബോൾ ടൂർണമെൻറ്റ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി നടക്കുന്ന സെമിനാറും വോളിബോൾ ടൂർണമെൻറ്റും അത് വെറും ഒരു കളിയല്ല, കളിയോടൊപ്പം ആ കളിയെ സംബന്ധിച്ച് വളരെ ഗഹനമായ ആഴത്തിലുള്ള ഒരു പഠനം കൂടി നടത്തണമെന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായി ഒരു സെമിനാറും കൂടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം വടകര MP ഷാഫി പറമ്പിലും ആദ്യ ദിനം നടക്കുന്ന സെമിനാർ ചരിത്രകാരൻ P ഹരീന്ദ്രനാഥും ഉദ്ഘാടനം ചെയ്യും. കളിയും ചിന്തകളുമായി 3 ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 6 ലീഗ് മത്സരങ്ങളും ഒരു ഫൈനലുമാണ് നടക്കുക. ആദ്യ ദിനത്തിൽ വൈകിട്ട് നടക്കുന്ന മത്സരത്തിൽ ആദ്യഘട്ടത്തിൽ SMR യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും, രണ്ടാം ഘട്ടത്തിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയും MG യൂണിവേഴ്സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടും. തുടർന്ന് 29, 30 തീയതികളിലായി ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, പിള്ളെ യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ പ്രമുഖ ടീമുകൾ തമ്മിലുള്ള മത്സരവും IPM വിദ്യാർത്ഥികളുടെ പ്രദർശന മത്സരങ്ങളും നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ചാമ്പ്യൻഷിപ്പിന്റെ സമാപന സമ്മേളനം ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 28, 29, 30 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികളുടെ ഒരു അവലോകനം ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിക്കാം. ഒന്നാമതായി ഇതൊരു ദേശീയ ടൂർണമെൻറ്റാണ്. യൂണിവേഴ്സിറ്റികളാണ് കളിക്കുന്നത്. ഫെഡറൽ ബാങ്ക് IPM നാഷണൽ ചാലഞ്ചർ കപ്പ് എന്നുള്ള ടൈറ്റിലിൽ 6 യൂണിവേഴ്സിറ്റികൾ, ഈ 6 യൂണിവേഴ്സിറ്റികളിലും ദേശീയ തലത്തിൽ റാങ്കിംഗ് ഉള്ള വളരെ തെളിയിക്കപ്പെട്ട ടീമുകളാണ്. SRM യൂണിവേഴ്സിറ്റി ചെന്നൈ, മദ്രാസ് യൂണിവേഴ്സിറ്റി ചെന്നൈ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മുടെ തന്നെ കോഴിക്കോട് നിന്നുള്ള, MG യൂണിവേഴ്സിറ്റി കോട്ടയം, പിള്ളെ യൂണിവേഴ്സിറ്റി മുംബൈ, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, ഇങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള 6 ടീമുകളാണ് കളിക്കുന്നത്. ലീഗ് അടിസ്ഥാനത്തിലുള്ള കളികൾ, അതിനുശേഷം 2 പൂളുകളിൽ നിന്നായി ജയിക്കുന്ന ടീമുകൾ ഫൈനലിൽ കളിക്കും. ഇതോടൊപ്പം തന്നെ കടത്തനാട് വോളിയുടെ ഭാവി, അതിൻ്റെ സാധ്യതകൾ, വെല്ലുവിളികൾ, അതിനു വേണ്ടുന്ന കർമ്മ പദ്ധതികൾ എന്നുള്ള വിഷയത്തിൽ വളരെ ഗഹനമായിട്ടുള്ള ക്ഷണിക്കപ്പെട്ട ഒരു സദസ്സിന് വേണ്ടിയുള്ള ഒരു സെമിനാർ, ഒരു ദിവസത്തെ സെമിനാർ നടക്കും. 28-ാം തീയതി ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് വടകരയുടെ ചരിത്രകാരൻ ഹരീന്ദ്രനാഥ് മാസ്റ്ററാണ്. സെമിനാറിൽ 3 പാനൽ ചർച്ചകളും ഒരു പൊതുവേദി, ഒരു ഓപ്പൺ ഫോറവും ഉണ്ടാവും. ഇതിൽ പങ്കെടുക്കുന്നത് എല്ലാവരും തന്നെ വോളിബോൾ
കളിക്കാരും വോളിബോൾ സംഘാടകരായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ തെളിയിക്കപ്പെട്ട ആൾക്കാരും വടകരയായിട്ട് ആത്മബന്ധമുള്ള ആൾക്കാരുമാണ്. 28-ാം തീയതി രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഈ സെമിനാർ നടക്കും. അതിനുശേഷം 28-ാം തീയതി വൈകുന്നേരം ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനം 4:30 മണി മുതൽ നടക്കും. വടകരയുടെ ബഹുമാനപ്പെട്ട MP ഷാഫി പറമ്പിൽ അവർകളാണ് ഉദ്ഘാടകനായി വരുന്നത്. അതോടൊപ്പം തന്നെ വടകരയുടെ പുതിയ ചെയർപേഴ്സൺ ആയിരിക്കും അധ്യക്ഷ സ്ഥാനത്തുണ്ടാവുക. അന്ന് തന്നെ ഈ ടൂർണമെൻറ്റിനോടനുബന്ധിച്ച് പ്രകാശനം ചെയ്യുന്ന സുവനീർ പ്രകാശനം ചെയ്യപ്പെടും. സുവനീറിൻ്റെ എഡിറ്ററായിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയങ്കരനായ പുറമേരി KC സുരേഷ് മാസ്റ്ററെ ആദരിക്കും. സമാപന സമ്മേളനം ഉദ്ഘാടനം പത്മശ്രീ PT ഉഷ MP, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള നമ്മളെയൊക്കെ പ്രിയങ്കരിയായ PT ഉഷ മാഡം, അധ്യക്ഷയായി വടകരയുടെ ബഹുമാനപ്പെട്ട MLA KK രാമ അവർകൾ, അതോടൊപ്പം തന്നെ വിശിഷ്ടാതിഥി മുഖ്യാതിഥിയായി വടകരയുടെ അഭിമാനമായ പത്മശ്രീ മീനാക്ഷി കുരികൾ ഇവർ വേദിയിലുണ്ടാവും. ഏതാണ്ട് 1500ഓളം പേർക്ക് ഇരുന്നിച്ചാൽ ഇത് ഗാലറിയിൽ ഏതാണ്ട് 600ഓളം പേരും ഒരു കോർട്ടിൽ കളി നടക്കുമ്പോൾ മറുവശത്തുള്ള രണ്ടാമത്തെ വോളിബോൾ കോർട്ടിൽ, ഇപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൽ നിങ്ങൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇടതുവശത്ത് കാണുന്ന ആ ഭാഗത്ത് കസേര ഇട്ടിട്ട് അത് പിന്നിൽ ഒരു തട്ട് വെച്ചിട്ട് കുറച്ച് ഉയർത്തി ഇട്ടിട്ട് ഒരു 600ഓളം കസേര ഏതാണ്ട് ഇടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇതിനു വേണ്ടി സഹായ സഹകരണങ്ങൾ ചെയ്ത കുറച്ച് സ്പോൺസേഴ്സിനുള്ള ഒരു റോ ഒഴികെ ബാക്കി പൊതുവായിട്ടുള്ള ആർക്കും ഫസ്റ്റ് കം ഫസ്റ്റ് സീറ്റിംഗ് എന്നുള്ള രീതിയിൽ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര.